സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തിയേറ്ററുകളിൽ സിനിമ കാണാൻ ഇനി ചെലവ് കൂടും. KSFDCയുടെ തിയേറ്ററുകളിലെ ടിക്കറ്റ് നിരക്ക് വർധനവിന് സർക്കാർ അംഗീകാരം നൽകി. ഇപ്പോഴത്തെ നിരക്കിൽ 10% വർധനവിനാണ് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ MDയുടെ കത്ത് പരിഗണിച്ചുകൊണ്ടാണ് നിരക്ക് വർധനവിന് സാംസ്കാരിക വകുപ്പ് അംഗീകാരം നൽകിയത്. ഈ വർഷം മെയ് 9 നൽകിയ കത്തിലാണ് സർക്കാരിന്റെ നടപടി. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. 10% വർധനവാണ് ഏർപ്പെടുത്താൻ പോകുന്നത്. വിവരങ്ങൾ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന് കേരളത്തിൽ ഏതാണ്ട് 17 തിയേറ്ററുകൾ ഇപ്പോൾ തന്നെയുണ്ട്. 9 കൂടി പുതിയതായി വരുന്നു. ഈ തിയേറ്ററുകളിലെല്ലാം പുതിയ നിരക്കിൽ ചലച്ചിത്രങ്ങൾ അല്ലെങ്കിൽ നിരക്ക് വർധനവിനുള്ള ഒരു ഉത്തരവാണ് അല്ലെങ്കിൽ അനുമതിയാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് നൽകിയിരിക്കുന്നത്. ഇതോടെ സാധാരണക്കാർ ഈ തിയേറ്ററുകളെത്തി സിനിമ കാണുന്ന സാധാരണക്കാർക്ക് 10% കൂടി അധികമായി തുക അനുവദിക്കേണ്ടി വരും. നിലവിലുള്ള നിരക്കുകളെക്കാളും 10% വർധനവ് വരുത്താനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ മെയ് 9 KSFDCയുടെ മാനേജിംഗ് ഡയറക്ടർ സർക്കാരിന് ഒരു കത്ത് നൽകിയിരുന്നു. ടിക്കറ്റ് നിരക്കുകളിലെ വർധനവ് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട്, പ്രത്യേകിച്ച് മറ്റ് സ്വകാര്യ തിയേറ്ററുകളിൽ ഉള്ള നിരക്കുകളെ അനുസരിച്ച് KSFDCയിൽ നിരക്ക് കുറവാണെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ നിരക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഇത്തരത്തിൽ നിരക്ക് വർധനവ് ഏർപ്പെടുത്തണമെന്നുമുള്ള ഒരു നിർദ്ദേശവും ഒരു ആവശ്യവും ഉന്നയിച്ചായിരുന്നു ഈ കത്ത് നൽകിയത്. ഈ കത്തിനാണ് ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നതും 10% നിരക്ക് വർധനവിനുള്ള അനുമതി നൽകിയിരിക്കുന്നതും. അപ്പോൾ സംസ്ഥാനത്തെ 17 KSFDCയുടെ തിയേറ്ററുകളിലും അവിടെ സ്ക്രീനുകളുടെ എണ്ണം വരുമ്പോൾ തിയേറ്ററുകളുടെ മൊത്തത്തിലുള്ള കണക്ക് അതിലും കൂടും. ആ സ്ഥലങ്ങളിലെല്ലാം ഈ പുതിയ നിരക്ക് ഏർപ്പെടുത്തുമ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ കലാഭവൻ, കൈരളി, നീലാശ്രീ തുടങ്ങിയിട്ടുള്ള തിയേറ്ററുകളിലെല്ലാം ഈ നിരക്ക് വർധനവ് ബാധകമാകും. എന്നു മുതൽ ഈ നിരക്ക് വർധനവ് നടപ്പിലാക്കുമെന്നുള്ളത് ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നില്ല. പക്ഷേ ചലച്ചിത്ര വികസന കോർപ്പറേഷന് നിരക്ക് വർധനവിന് 10% നിരക്ക് വർധനവിനുള്ള അനുമതി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നീലിമ. ശരി, പ്രജിത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.